ഹലോ ദേ ഡിസംബറിങ് എത്തി. അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് സീസണായി. എത്ര പെട്ടെന്നാണല്ലേ ഒരു വർഷം കടന്നു പോകുന്നത്. ഞാൻ എല്ലാ വർഷവും ചെറിയ രീതിയിൽ ഒരു ക്രിസ്മസ് ഡെക്കോർ വീട്ടിൽ ചെയ്യാറുണ്ടെങ്കിലും കൂടുതലും ലൈറ്റ്സ് മാത്രമായിരിക്കും എൻ്റെ അകത്ത് ഉണ്ടാവുക. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒന്നും വാങ്ങണ്ട, കയ്യിലുള്ളത് വെച്ചിട്ട് കുഞ്ഞൊരു ഡെക്കോർ സെറ്റ് ചെയ്യാമെന്ന്. നമ്മുടെ കിച്ചണും ലിവിങ് ഏരിയ ഒരുമിച്ച് വരുന്നിടത്താണ് ഞാൻ കൂടുതലും ഡെക്കറേഷൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടി കുട്ടി മാലാഖമാരെയും ഒരു ക്രിസ്മസ് ലില്ലിയും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലാറ്റ് ഭയങ്കര ചെറുതായത് കാരണം നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് സ്പേസിന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയൊരു ക്രിസ്മസ് ട്രീ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ക്രിസ്മസ് ട്രീ ഇപ്പോൾ ഒരു 5 ഇയേഴ്സ് ആയിട്ടോ ഇവിടെ തന്നെ, ഞങ്ങളത് മാറ്റിയിട്ടില്ല. സ്ലോവേനിയയിൽ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള 5ാമത്തെ ക്രിസ്മസ് ആണ് കേട്ടോ ഇത്. അതുവരെ ചേട്ടൻ ഒറ്റയ്ക്കായിരുന്നു ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനും ഉണ്ട് കൂടെ. ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞായിരിക്കും പ്ലാൻ ഇടുന്നത്. പക്ഷേ എല്ലാം ഒത്തു വരുമ്പോഴത്തേക്കും പണിയെടുക്കുന്ന ചേട്ടനും നോക്കിയിരിക്കുന്നത് ഞാനും പേര് കിട്ടുന്നത് എനിക്കുമാണെന്നാണ് എപ്പോഴും ചേട്ടൻ പറയാറ്. അതൊക്കെ ചുമ്മാ. നിങ്ങൾക്ക് ആ വീഡിയോ തന്നെ കാണാമല്ലേ. കുറച്ച് കഴിയുമ്പോൾ എനിക്കത് കെട്ടാനുള്ള ക്ഷമയൊക്കെ നശിക്കും, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മടിയാവും. അപ്പോൾ പാവം ചേട്ടൻ തന്നെയാണ് കഷ്ടപ്പെട്ടിരുന്നത് കെട്ടിത്തരുന്നതും ഒക്കെ. എന്നിട്ട് ഞാൻ ചുമ്മാ അങ്ങോട്ട് തൂക്കും. അത് തന്നെ എൻ്റെ പരിപാടി. ജോക്സ് അപ്പാർട്ട്. എന്നാലും ഞങ്ങളിതേ ഒരുമിച്ച് ആദ്യത്തെ ഡെക്കോർ സെറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളിതേ കുറേ നേരം ഇരുന്ന് തന്നെ സമയം എടുത്ത് തന്നെ ഓരോന്ന് ചെയ്തു. പക്ഷേ ഞങ്ങൾ നോക്കി വന്നപ്പോഴത്തേക്കും ട്രീ ചെറുതും ഞങ്ങളുടെ കയ്യിലുള്ള ഡെക്കറേഷൻ ഐറ്റംസ് കൂടുതലുമായിരുന്നു. അങ്ങനെ ഞാനെല്ലാം ഒപ്പിക്കലാണ്. പിന്നെ ദേ ഒരു ക്രിസ്മസ് ട്രീത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കാമെന്ന് കരുതി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു ഒരു ഡെക്കോർ ഐറ്റം ഉണ്ടായിരുന്നു, ഒരു ലാമ്പ് വയ്ക്കുന്നത്. അതിൽ ഞാൻ കുറച്ച് ഇലുമിനേഷൻ ലൈറ്റ്സ് ഒക്കെ ഇട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ക്രിസ്മസ് ബോൾസ് ഇട്ട് പിന്നെ പൈൻ ട്രീയുടെ കായൊക്കെ ഇട്ടിട്ട് കുഞ്ഞൊരു ഡെക്കോർ ഞാനായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ നമ്മുടെ ടേബിളും കുറച്ചുകൂടെ ഒന്ന് അലങ്കരിച്ചു. നമ്മുടെ ഡൈനിങ് ടേബിളിലും ഒരു കുട്ടി മാനിനെയും ഒരു ലൈറ്റും ലാമ്പും ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീയും ഒക്കെ കൂടെ സെറ്റ് ചെയ്തപ്പോൾ അത് ഇങ്ങനെയായി നമ്മുടെ ഡൈനിങ് കം ലിവിങ് ഏരിയ. അപ്പം ഇത് കാണാൻ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.